നമ്മോടൊപ്പം പിയുദാസ് മണ്ണ് ഗവേഷകൻ മുൻ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന വ്യക്തിയാണ്. ഇത്തരം ദുരന്ത മേഖലകളിലൊക്കെ തന്നെ സാന്നിധ്യമായിരുന്ന അറിവുള്ള മനുഷ്യൻ കൂടിയാണ് പിയുദാസ്. ശ്രീ പിയുദാസ്, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ആ ഗ്രൗണ്ടിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ എത്തുകയും അവരൊക്കെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അടിക്കടി മനസ്സിലാക്കുകയും വിലയിരുത്തുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നതും. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്? കാരണം മണ്ണിനടിയിലാണ്, ആ കൂറ്റൻ ഒരു ഭൂപ്രകൃതിയാണ് വന്ന് പതിച്ചിരിക്കുന്നത്. അതിൻ്റെ രൂപം മാറി, ഷേപ്പൊക്കെ മാറിയിരിക്കുന്നു. ആ ഷേപ്പ് മാറുമ്പോൾ അറിയാം എത്രത്തോളം ടൺ കണക്കിന് ആ മണ്ണിൻ്റെ കൂനകളായിരിക്കാം അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതിനടിയിലാണ് ഒരു വാഹനം കിടക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് ഈ ഘട്ടത്തിൽ? ശ്രീ പിയുദാസ്, ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ മഴ തൽക്കാലം മാറി നിൽക്കുന്നു എന്നുള്ളത്. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ഈ റിപ്പോർട്ട് ചെയ്യുന്നത് വരെ മഴ പെയ്തിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമായിട്ടുള്ള വാർത്തയാണ്. മഴ പെയ്യാതിരുന്നാൽ മാത്രമേ ഇനിയൊരു ദുരന്തം അവിടെ ഉണ്ടാവില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ടൺ കണക്കിന് മണ്ണാണ് അവിടെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ലോറിക്ക് തന്നെ സാധാരണ ഇതുപോലുള്ള ഒരു ടോറസിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മീറ്ററെങ്കിലും ഉയരമുണ്ട്. ആ 3 മീറ്ററിന് മുകളിലേക്കായിട്ട് എത്ര മീറ്ററോ ഉയരത്തിൽ മണ്ണ് വന്ന് നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം വലിയൊരു മേഖലയിൽ നിന്ന് തന്നെ വലിയ ആഴത്തിൽ, വലിയ ഡെപ്തിലുള്ള മണ്ണാണ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ഒന്നുകൂടി ആവർത്തിക്കാം. 1 ഹെക്ടർ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു 3 മീറ്റർ ആഴത്തിലാണ് മണ്ണ് പതിക്കുന്നുണ്ടെങ്കിൽ ആ 1 ഹെക്ടർ ഭൂമിയിൽ മൊത്തം പതിക്കുന്നത് ഏകദേശം 60,000 ടൺ മണ്ണായിരിക്കും അവിടെ പതിക്കുന്നത്. അവിടെ ഇപ്പോ കണക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം നീളത്തിലുള്ള മണ്ണാണ് അവിടെ നിന്ന് മലയാണ് ഇടിഞ്ഞു പോകുന്നതെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് ടൺ മണ്ണാണ് അവിടെ ആ റോഡിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും ഹൈ റിസ്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് ഒരു ഹൈ റിസ്ക് വർക്ക് തന്നെയാണ് നടക്കുന്നത്. നമുക്കതിനെ ആ മണ്ണിന്റെ ഒരു ശേഖരം കൂടിക്കിടക്കുന്നതിന്റെ ഒരു ഭീകരമായിട്ടുള്ള കാഴ്ച കാണുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ശരിയായ ഇപ്പോ കൃത്യമായിട്ട് ഈ വാഹനം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ആ വാഹനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അർജുനന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ശ്രീ പിയുദാസ്, ഇവിടെ കാര്യങ്ങൾ കൂടി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ശരാശരി മനുഷ്യന്റെ മാനസികമായിട്ടുള്ള മനക്കരുത്ത്, ആരോഗ്യനില, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലിഫ്റ്റിലോ അല്ലെങ്കിൽ ലിഫ്റ്റിൽ വെച്ച് ഒന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇരുട്ടത്ത് ഒരു 5-10 മിനിറ്റ് പോലും നമ്മൾക്ക് നിൽക്കാൻ കഴിയില്ല, പാനിക്കാവും. പക്ഷേ അതേ ഒരു ലിഫ്റ്റിൽ 48 മണിക്കൂറിലൂടെ ഏറെ പ്രായമായ ഒരു മനുഷ്യൻ അതിനെ അതിജീവിച്ചിട്ടുണ്ട്. 10 മണിക്കൂറോളം തൂങ്ങി നിന്നുകൊണ്ട് ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വയോധിക, അത്രയും പ്രായമേറിയ ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ, നമുക്കറിയാം, ആമസോൺ ആ വനത്തിനുള്ളിൽ കഴിഞ്ഞ ദിനങ്ങൾ 13 നാളുകൾ, 13-ലേറെ ദിവസങ്ങൾ. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ലോറിയുടെ അകത്തെ അത്യാധുനിക സംവിധാനങ്ങളെക്കുറിച്ച് ഇന്ന് ഞങ്ങളുടെ ആ കമ്പനിയുമായി സംസാരിക്കുമ്പോഴും പതിവായി ഓടിക്കുന്ന വ്യക്തിയും പറഞ്ഞു അതിൽ രക്ഷയ്ക്കുള്ള ഒരുപാട് കരങ്ങൾ ഉണ്ട്, ടെക്നിക്കലി സാങ്കേതികമായിട്ട് ഉണ്ട് എന്നൊക്കെ. പിന്നീട് ഈ വന്നു വീഴുന്ന മണ്ണിനൊപ്പം കല്ലുകൾ ഉണ്ടാകാം. ആ മണ്ണിൻ്റെ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ മഴ കൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അകത്ത് വെള്ളത്തിൻ്റെ ഉറവകളുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ കോൺടസ്റ്റിനെ അങ്ങ് എങ്ങനെ വിലയിരുത്താം? ക്യാബിനകത്തുള്ള ഊഷ്മാവ് ഒരു പ്രശ്നമാണ്. ഊഷ്മാവിനകത്ത് വ്യത്യാസം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ആരോഗ്യത്തെ ബാധിക്കുന്നു. ഇപ്പൊ 5 ദിവസത്തെ ഇപ്പോ അതിനകത്ത് ഊഷ്മാവ് എങ്ങനെ ക്രമീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്സിജന്റെ അളവ് ഒരു പ്രശ്നമാണ്. ഈ ഓക്സിജന്റെ അളവ് എത്ര നാളത്തേക്ക് നമുക്ക് അർജുനന് അവിടെ കിട്ടുമെന്നുള്ളതാണ് നമ്മളൊരു ആശങ്കയിലാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതോടൊപ്പം തന്നെ എത്ര നല്ല സംവിധാനമുള്ള ഒരു വാഹനമാണെങ്കിലും ഇത്ര ടൺ കണക്കിന് മണ്ണ് അതിന്റെ മുകളിൽ നിക്ഷേപിക്കപ്പെട്ട് അതിനകത്തുനിന്ന് ഒരുപാട് ഉറവ ഇറങ്ങുന്നത് അത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിന്റെ ഗ്ലാസിനോട് ചേർന്നിട്ടുള്ള ബീഡിംഗ് ഉണ്ട്. ആ ബീഡിങ്ങിന്റെ അകത്ത് കൂടെയൊക്കെ ഈ ക്യാബിനകത്തേക്ക് പ്രവേശിക്കുമോ എന്നുള്ള ഒരു സാഹചര്യം കൂടി നമുക്കറിയാം. എത്ര ആധുനിക വാഹനമാണെങ്കിലും ചിലപ്പോൾ ചില സമയത്ത് സംഭവിക്കാം ഗ്ലാസിന് എന്തെങ്കിലും പൊട്ടൽ പറ്റിയിട്ടുള്ളത്. മണ്ണ് മാത്രമല്ല, മണ്ണിനോടൊപ്പം തന്നെ വലിയ കല്ലുകളും അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. വലിയ പാറക്കല്ലുകളാണ് അതിനോടുകൂടി വീണിരിക്കുന്നത്. ആ പാറക്കല്ലുകൾ തട്ടി ഏതെങ്കിലും കാരണവശാൽ അതിന്റെ എത്രമാത്രം ബലവത്താണെന്നുള്ളത് പറഞ്ഞാൽ തന്നെയും
ആ പാറക്കല്ലുകളൊക്കെ തട്ടി ആ ഗ്ലാസ്സിന് എന്തെങ്കിലും പൊട്ടലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ, അതിന്റെ ബീഡിങ്ങിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, ആ അകത്തുകൂടെ ഏതെങ്കിലും വെള്ളം ലീക്ക് ചെയ്ത് അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഓക്സിജന്റെ അളവിനും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനൊക്കെ ചെറിയ വ്യത്യാസം വരാം. അങ്ങനെയൊന്നും സംഭവിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അർജുനെ അദ്ദേഹത്തിന്റെ ജീവനോടുകൂടി കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്നെയാണ് നമുക്കുണ്ടാവുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ചും കൂടി പ്രതീക്ഷിക്കാം. നേരത്തെ പറഞ്ഞു, രവീന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി 48 മണിക്കൂർ ലിഫ്റ്റിനകത്ത് തനിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മറ്റൊരു അമ്മയാണ് ആരോഗ്യം കുറഞ്ഞിട്ടുള്ള ഒരു അമ്മയാണ് തോടിനകത്ത് 10 മണിക്കൂറോളം പിടിക്കപ്പെട്ട് ഇങ്ങനെ ജീവനോട് മല്ലിട്ട് നിന്നത്. ഇതൊക്കെ നമുക്കൊരു പ്രതീക്ഷ തന്നെയാണ്. അർജുന് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് എത്താം. ഈ അർജുൻ്റെ മനോനിലയൊക്കെ അറിയാവുന്നതും ആ കരുത്തറിയാവുന്നതും ഏത് സാഹചര്യത്തെയും ഏത് പ്രതിസന്ധികളെയും ഒക്കെ തന്നെ തരണം ചെയ്യാൻ കഴിയുന്ന മനോബലമുള്ള ഒരു യുവാവാണ് അർജുൻ എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നാട്ടുകാരിൽ നിന്നായാലും കുടുംബങ്ങളിൽ നിന്നൊക്കെ ആയാലും അറിയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് നിധിൻ KK എന്ന വ്യക്തിയാണ്. അർജുൻ്റെ സുഹൃത്താണ്. മാത്രമല്ല നിധിനെ സംബന്ധിച്ചോളം ഒരു പ്രത്യേകതയുള്ളത്, ഈ വാഹനം ഓടിക്കാൻ കൂടി അർജുനെ പഠിപ്പിച്ച ഒരു വ്യക്തികളിൽ ഒരാൾ എന്ന പ്രത്യേകത കൂടിയുണ്ട്. നിധിൻ, വലിയ സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യം നമ്മളുടെ പ്രിയപ്പെട്ട താങ്കളുടെയും നമ്മുടെ ഇടയിലെ നമ്മുടെ ഒക്കെ നെഞ്ചിലൊക്കെ ഒരു വികാരമായി മാറിക്കഴിഞ്ഞു ഈ 4 നാൾ അർജുനെ കുറിച്ച് ഓർക്കുമ്പോൾ. അപ്പോൾ അതിനേക്കാളും ഞങ്ങളെക്കാളും ഒക്കെ ഒരുപാട് സങ്കടപ്പെട്ടായിരിക്കും നിധിനൊക്കെ ഓരോ നിമിഷവും കഴിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും. നമുക്കിനി പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. ആ പ്രതീക്ഷകളൊക്കെ എന്തായാലും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തട്ടെ, അതിനൊക്കെ അധിക സമയമില്ലാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിധിൻ അർജുനെ ഈ വാഹനത്തിൽ കൈകാര്യം ചെയ്യുന്ന രീതിയും ഇത്തരം പ്രതിസന്ധി വട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സാങ്കേതിക ജ്ഞാനം എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ കൈകാര്യം ചെയ്ത് കഴിയാവുന്ന മനോബലമുള്ള ആൾ തന്നെയാണോ നിധിൻ? എങ്ങനെയാണ് അർജുനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? നിധിൻ കേൾക്കാമെങ്കിൽ നിധിൻ എങ്ങനെയാണ് അർജുനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ കൈകാര്യം ചെയ്യാനും തടയാനും ഒക്കെയുള്ള കരുതലെടുക്കാനൊക്കെയുള്ള മനോധൈര്യമുള്ള ആൾ തന്നെയാണോ അർജുൻ? ഹലോ നിധിൻ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓക്കെ. നിധിൻ അർജുനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കി? ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ നേരിടാൻ കരുത്തുള്ള ആൾ തന്നെയാണോ അർജുൻ? അതെ, അർജുൻ ആയതുകൊണ്ടാണ് നമുക്കൊരു പ്രതീക്ഷ ഉള്ളത്. കാരണം അവൻ നല്ലൊരു ധൈര്യമുള്ള ഒരാളാണ്. പക്ഷെ അവനായതുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ കാത്തിരിക്കുന്നത്. വേറെ ആരെങ്കിലും നമുക്ക് പ്രതീക്ഷ ഉണ്ടാവില്ല, പക്ഷെ അവനായതുകൊണ്ടൊരു പ്രതീക്ഷ ഉണ്ട്. ഈ വാഹനം ഓടിപ്പിക്കാൻ പഠിപ്പിച്ച ആളാണ് നിധിൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ വാഹനമൊക്കെ കൈകാര്യം ചെയ്തും ഈ വാഹനത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ള ആളാണ് നിധിൻ എന്ന പ്രതീക്ഷയിൽ ഞാൻ ചോദിക്കുകയാണ്. ഈ വാഹനത്തിനകത്ത് ഒരുപാട് രക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് കമ്പനി അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ പരിമിതമായ ചുറ്റുപാടുകളിലൊക്കെ ആണെങ്കിലും അതിനെ മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അർജുന് കുറച്ചുകൂടി അത്തരം സാഹചര്യങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, അതങ്ങനെയല്ല. ഞാൻ അവനെ ഈ വാഹനമൊന്നും ഞാനല്ല പഠിപ്പിച്ചത്. നമ്മൾ ഡ്രൈവിംഗ് 4 വീൽ പഠിപ്പിച്ചത് ഞാനാണെന്നുള്ളൂ. അല്ലാതെ ഇതിലേക്ക് അവൻ തനിയെ പോയി പഠിച്ചതാണ്. ഈ അർജുൻ അവൻ ആദ്യം ചെറിയൊരു വണ്ടിയായിരുന്നു, ഒരു നായ്ക്കുറുക്കൻ പോലത്തെ ഒരു വണ്ടി. പിന്നെയാണ് അവൻ വലിയ വണ്ടിയിലേക്ക് പോയത്. ഒരു 5-8 വർഷമായി വലിയ വണ്ടിയിലേക്ക് പോയിട്ട്. ഈ അർജുനെ കുറിച്ച് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ ബന്ധുക്കളൊക്കെ പറയുന്ന പരാതികളുണ്ടല്ലോ. കാരണം നമ്മൾ കേൾക്കുകയാണ്. കാരണം രക്ഷാദൗത്യം എത്താൻ വൈകിപ്പോയി എന്നുള്ളതാണ്. ആ മനോബലത്തിൽ അർജുൻ്റെ മനോബലമാണ് നമ്മളെയൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു പാതയിലേക്ക് എത്തിക്കുകയും കുടുംബത്തെയൊക്കെ തന്നെ ആ ഒരു പാതയിലേക്ക് ഇപ്പോഴും ഈ നിമിഷം വരെ എത്തിക്കുന്നതിൻ്റെ ഘടകം അർജുൻ്റെ ഒരു മനോധൈര്യം എന്നുള്ളതാണ്.
അത് എത്രത്തോളം കുറച്ചുകൂടി നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നതാണ്? താങ്കൾ എങ്ങനെയാണ് അർജുനെ അങ്ങനെയൊക്കെ ആ അർത്ഥത്തിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്? അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അത് നമ്മൾ ചെറുപ്പം മുതൽ ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് അറിയാം അവനെ പറ്റിയിട്ടുള്ള അവൻ്റെ മനോധൈര്യം എന്താണെന്ന്. പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് നാട്ടുകാർക്ക് മൊത്തമുള്ളൊരു പ്രതീക്ഷ അവനായതുകൊണ്ട്. ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയാലും നമുക്ക് പ്രതീക്ഷ ഉണ്ടാവില്ല. പക്ഷെ അവൻ അങ്ങനത്തെ ഒരു മനോധൈര്യമുള്ള ആളാണ്. ഒറ്റയ്ക്കാണ് വണ്ടിയിൽ പോവുക, അതിന് തന്നെ ഒരു ധൈര്യം വേണ്ടേ? ഒറ്റയ്ക്ക് ഇത്രയും ദൂരം പോകണമെങ്കിൽ എല്ലാ വണ്ടിയിലും 2 പേരാണ്. പക്ഷെ അവന് നല്ല ധൈര്യമാണ്, അതുകൊണ്ടാണ് അവൻ ഒറ്റയ്ക്ക് പോകുന്നത്. അതാണ് നമ്മളൊരു വിശ്വാസം. ഈ അപ്പോൾ അവിടെ ഒരുപാട് വെല്ലുവിളികളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം ഒന്ന് മഴയാണ്, ഇതുവരെയും എല്ലാ സംവിധാനങ്ങളും റഡാർ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനം. കാരണം NIT-യിലെ സംഘമാണ്, അതിൽ മലയാളികളുണ്ട്. മലയാളി അവരൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ സാധാരണ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പരിധി, ആ പരിധിയിൽ പല മണ്ണിലേക്ക് ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം നാടിന് പ്രതീക്ഷയുണ്ട്, സുഹൃത്തുക്കൾക്ക് പ്രതീക്ഷയുണ്ട്, കുടുംബത്തെയൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണോ? അവരെയൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണോ? നമ്മൾ അവന് വേണ്ടിയുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ മൊത്തം ഇരിക്കുന്നത്. അവൻ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം എത്രയും പെട്ടെന്ന് ചെയ്ത് അവനെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. അങ്ങനെ ഭയങ്കരമായിട്ട് ഡിലേ ആവുന്നുണ്ട്. ഇപ്പം തന്നെ എത്ര സമയമായി? അതെ, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. നിതിനിലേക്ക് വരാം. നേരത്തെ ശ്രീ പി ദാസ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നമുക്ക് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ഒരു ദുരന്തമുഖത്ത് ഒരു ദുരന്തം കൈകാര്യം ചെയ്യേണ്ട രീതി ഇതല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അവിടുത്തെ കാലതാമസം, ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും അവസാനത്ത് നിന്നും തുടങ്ങിയാണ്. നോക്കൂ, ഒരു ദുരന്ത നിവാരണത്തിൻ്റെ പ്രോട്ടോക്കോളൊക്കെ നമുക്കറിയാമല്ലോ. നമുക്കങ്ങനെ ഒരു ദുരന്ത നിവാരണ സംവിധാനത്തെ ഒരുക്കിയിട്ടിരിക്കുന്നത് നമ്മൾ എന്തിനാണ്? ആദ്യം ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുക എന്നതാണ്. ഒരു മനുഷ്യൻ്റെ ചേതനയറ്റ ശരീരം പോയി തോണ്ടിയെടുക്കാനല്ല നമ്മൾ ഈ നമ്മളെ പലതരത്തിലുള്ള നമ്മളുടെ ഈ ആധുനിക സംവിധാനങ്ങളെയൊക്കെ കോർത്തിണക്കി ഒരു വിഭാഗത്തെ, ദുരന്ത നിവാരണ വിഭാഗത്തെ തന്നെ നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മുടെ രക്ഷാകരത്തിന് ഒരു മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഗുണകരമാകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഭരണകൂടത്തിൻ്റെ തന്നെ ഒരു മഹാവീഴ്ചയാണ്. അതൊന്നും ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അർജുനെ അധിക വേഗം എത്തിക്കുക, എത്രത്തോളം നമ്മൾ കാലതാമസം വരുത്തിയോ ആ കാലതാമസത്തിൻ്റെ തോത് ഓരോ മിനിറ്റുകളിലും സെക്കൻഡുകളിലും നമ്മൾ കാണിക്കുക. അതിനുവേണ്ടി ദയവായി ഒന്ന് കനിയുക എന്ന് ഈ ഭരണകൂടത്തോടും ഈ സംവിധാനങ്ങളോടും നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ, ആവശ്യപ്പെടുന്നുള്ളൂ. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം ഗ്രൗണ്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളടക്കം നമ്മോടൊപ്പം ചേരുന്ന ഈ മേഖലയുമായി ബന്ധപ്പെട്ട അറിവുള്ള വ്യക്തികളുടെയൊക്കെ തന്നെ ഈ ഘട്ടത്തിലെ വിലയിരുത്തലടക്കം നമുക്ക് കേൾക്കാം. അങ്ങനെ അങ്കോലയിലെ രക്ഷാപ്രവർത്തനം 5ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും അർജുനെക്കുറിച്ച് നമുക്ക് ആശ്വാസം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അർജുൻ സഞ്ചരിച്ച ആ വാഹനം, ആ ലോറി, അതിൻ്റെ കിടപ്പ് കൃത്യമായും റഡാറിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അത്യാധുനിക സംവിധാനങ്ങളുടെയൊക്കെ തന്നെ ഏകോപനത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. NDRFിൻ്റെ സംഘമുണ്ട്, SDRFിൻ്റെ സംഘമുണ്ട്, പോലീസുണ്ട്, മറ്റ് അഗ്നിശമന സേനാ അംഗങ്ങൾ ഒക്കെയുണ്ട്. ഒപ്പം ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ തന്നെ സംവിധാനങ്ങളും രംഗത്ത് ഈ ഫീൽഡിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വൈകിയ സമയത്താണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ എന്തായാലും പറ്റിപ്പോയത് പറ്റി, ഇനി നമ്മൾ അതിനെ എങ്ങനെ മറികടക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. ഏറ്റവും ആധികാരികമായി തന്നെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ അങ്കോലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരച്ചിലിന് ഒരുപാട് പ്രതിസന്ധികൾ നേരത്തെ ഞാൻ പറഞ്ഞു പോയതുപോലെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന്, ഇപ്പോൾ വീണ്ടും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഈ മൂടിക്കിടക്കുന്ന മണ്ണ് അത് റഡാർ ഉപയോഗിച്ച് ഈ കൃത്യമായി ഈ വാഹനത്തിൻ്റെ പ്രൊഫൈൽ കിട്ടിയാൽ മാത്രമേ അവിടേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഇവിടെ മെറ്റൽ കഷ്ണങ്ങൾ ഒരുപാടുണ്ടാകാം, പാറകൾ ഉണ്ടാകാം, വെള്ളത്തിൻ്റെ ഈ ഉറവകൾ ഉണ്ടാകാം. ഇതൊക്കെ ഈ ഡിറ്റക്റ്റ് ചെയ്യപ്പെടും ഈ റഡാറിൽ. അപ്പോൾ അതൊക്കെ ഈ മുന്നോട്ടുള്ള സമയങ്ങൾ വളരെ ദുഷ്കരമാക്കും, സമയങ്ങൾ അധികം കവർന്നേക്കാം. അതുകൊണ്ടൊക്കെ ഈ വൈകിട്ട് മുൻപ് തന്നെ ഇരുളിനി വീഴുന്ന സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷം അങ്ങനെ ഇരുൾ മൂടുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തും. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അതിവേഗം നമുക്ക് മുന്നോട്ട് പോകണം. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം.
പി യുദാസിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ പി യുദാസ്, ഞാൻ ഇപ്പോൾ വിവരിച്ചതുപോലെ പ്രതിസന്ധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള രക്ഷാ ദൗത്യമാണ് പുരോഗമിക്കുന്നത്. അവിടെ പ്രതിസന്ധിയാകുന്നത് ഈ മഴയുമാണ്. മാത്രമല്ല ഈ പ്രദേശത്തെ ഈ ഗതി നോക്കുമ്പോൾ ഈ നാഷണൽ ഹൈവേ ദേശീയപാതയുമായി ബന്ധപ്പെട്ടെടുത്ത മണ്ണാണ്. ആ മണ്ണ് എന്ന് പറയുമ്പോൾ അത് വലിയ ഉയരത്തിലായിരിക്കുമല്ലോ എടുത്തിരിക്കുക. അപ്പോൾ സാധാരണയാണെങ്കിൽ നമ്മളിനി ഇതൊരു പാഠമാകേണ്ടതാണ്. കാരണം ദേശീയപാത നിർമ്മാണം അടിക്ക് ഇങ്ങനെ കിലോമീറ്ററുകളോളം രാജ്യവ്യാപകമായി ഇങ്ങനെ പുരോഗമിച്ചിരിക്കുന്ന ഘട്ടമാണ്. അപ്പോൾ സമയബന്ധമായി നിർമ്മാണമൊന്നും പൂർത്തീകരിക്കില്ല, സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം പൂർത്തീകരിക്കില്ല. അവിടെയൊക്കെയാണ് നമ്മൾ ഈ വാഹനങ്ങൾ കൊണ്ട് ഇടുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നും. പക്ഷേ മണ്ണിൻ്റെ ഘടന അങ്ങനെയല്ല, അവിടുത്തെ മലമടക്കിൻ്റെയൊക്കെ തന്നെ ഘടന അങ്ങനെയല്ല. ദുർബലപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ ഭൂമിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ഈ സംഭവത്തെ, ഈ ദുരന്തത്തെ എത്രത്തോളം ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്, ഇനിയുള്ള മണിക്കൂറുകൾ എത്രത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീദാസ്. ഈ പ്രദേശം, ആഗോള പ്രദേശം അതിന്റെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പശ്ചിമ പ്രദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാലാവസ്ഥ മാറ്റം, വിശേഷിച്ച് മൺസൂൺ തുടങ്ങിയിട്ടുള്ള മഴയുടെ കാലഘട്ടം ഒരുപാട് കരുതൽ എടുക്കേണ്ട ഒരു സാഹചര്യം. അപ്പൊ നമ്മൾ 2018 ശേഷമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പഠനത്തിന്റെ ഒരു ഗതി നിശ്ചയിച്ചത്. ഇപ്പോ ഇവിടുത്തെ സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആയാലും ഓരോ ജില്ലകളിലുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ആയാലും ആ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിലുള്ള DUC, ജില്ലാ എമർജൻസി ഓപ്പറേറ്റിംഗ് സെൽ, DUC എന്ന് പറയും, ഇവരൊക്കെ വളരെ സജീവമായിട്ടാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, വിശേഷിച്ച് ഇത്തരം മൺസൂൺ കാലഘട്ടം. ഇപ്പൊ ഇത്തരം DUCയുടെ ജില്ലാ ഭരണകൂടത്തിന് കീഴിലുള്ള, അവിടെ കർണാടകത്തിലാണ്, കുറ്റപ്പെടുത്തലല്ല, അവർ കുറേം കൂടിയും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യത്തിൽ, വിശേഷിച്ച് ഇപ്പം നമുക്ക് കേരളത്തിലൊക്കെ ഒരു പ്രത്യേകത, ഇന്ന് പ്രാദേശികമായിട്ട് പോലും മഴ വിവര ശേഖരണം നടത്തുക. വയനാട് ചെറിയൊരു ജില്ലയായിട്ട് പോലും ഏകദേശം 200-ൽ കൂടുതൽ സ്ഥലത്ത്. ശ്രീദാസ്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ കുറ്റപ്പെടുത്തേണ്ട തലങ്ങൾ അവർ ഒരുക്കിയിരിക്കുകയാണ്. കാരണം നോക്കൂ, നമ്മൾ ഇവിടെയാണെങ്കിലും ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടെയാണെങ്കിലും ജോയി എന്ന ഒരു മനുഷ്യൻ നമുക്കിവിടെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ചിത പോലും മുടങ്ങിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടെ പോലും നമുക്ക് എന്താണ് കൈകാര്യം ചെയ്യുന്നില്ല, പിഴവാണ്. നമ്മുടെ സംവിധാനങ്ങൾ യഥാവിധി കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരുന്നേനെ എന്ന് പറയുന്ന പോലെ ഈ ദുരന്തത്തിൻ്റെ കാര്യത്തിലെങ്കിലും നമ്മൾ ഈ ഇട്ട് വലിച്ചിഴയ്ക്കൽ അത് പാടില്ല. നോക്കൂ, ഈ കുടുംബം നൽകിയ പരാതി പോലും അത്രമേൽ ഗൗനിച്ചില്ല. പല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അങ്കോല പോലീസ് അതിൽ ഒരു FIR പോലും ഇട്ടില്ല. ഒരു മനുഷ്യൻ, ഒരു കൂട്ടം മനുഷ്യരാണ് ഈ മണ്ണിനടിയിലേക്ക് പെട്ടിരിക്കുന്നത്. നോക്കണം, 9 പേരുടെ മൃതദേഹം എടുത്തു കഴിഞ്ഞു. നേരത്തെ ഇത് ആക്ട് ചെയ്തിരുന്നെങ്കിൽ, സമയോചിതമായി ആക്ട് ചെയ്തിരുന്നെങ്കിൽ എത്ര ജീവനുകൾ ഇവിടെ ബാക്കിയാകുമായിരുന്നു, എത്ര കുടുംബങ്ങൾ അനാഥമാകുമായിരുന്നില്ല. അപ്പോൾ ഇത് ആരുടെ പിഴവാണ്? സിസ്റ്റത്തിന്റെ പിഴവ് തന്നെയാണിത്. ഈ അനുഭവങ്ങളിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ജോയിയുടെ മരണം നമുക്ക് പുതിയ പാഠങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. അത് തന്നെ മനസ്സിലാക്കിയിട്ട് ഇത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ വിമർശിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം. ഇവിടെ കർണാടകത്തെ സംബന്ധിച്ചാണെന്ന് ഇത്തരം അനുഭവങ്ങൾ ഇവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമായിരിക്കണം ഇത്. ഒരിക്കലും ഇത്തരത്തിലൊരു ദുരന്തം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഒരുപക്ഷെ ഉണ്ടാവില്ല അവർ ഈ ഹൈവേയോട് ചേർന്നിട്ട്. പക്ഷെ അവിടെ സമീപകാലത്തായിട്ടുണ്ടായിട്ടുള്ള ഈ മഴയുടെ വ്യതിയാനം, ഒരു ചുരുങ്ങിയ സമയത്ത് പെയ്യുന്ന അതിശക്തമായിട്ടുള്ള മഴ, അവിടുത്തെ ടോപ്പോഗ്രഫി, അവിടുത്തെ ഭൂവിനിയോഗത്തിന്റെ പ്രശ്നങ്ങൾ, അവിടുത്തെ നീർച്ചാൽ നെറ്റ്വർക്കിന്റെ സംവിധാനം, അവിടെയുള്ള മണ്ണിന്റെ സ്വഭാവ സവിശേഷത, അവിടുത്തെ ഉയരം, ചെരിവ്, ഇതൊക്കെ നമ്മൾ പരിഗണിച്ച് ഇത്തരം ഒരു കരുതൽ ഇനിമേലെങ്കിലും എടുക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോ വിശേഷിച്ചിപ്പോ ഈ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറയുന്നിട്ട് ലോറി ഡ്രൈവർമാരും അതുപോലെ തന്നെ യാത്രക്കാരും അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, കൃത്യമായിട്ടൊരു പാർക്കിംഗ് സ്പേസ്, അവർക്കൊരു വിശ്രമ കേന്ദ്രമില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ കൂടിയിട്ട് ഇത്തരം ഗതാഗത സംവിധാനത്തിൽ കൂടി പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് വിളിച്ചോതുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള രൂപത്തിൽ നിന്ന് ഇത് വലിയൊരു സംഭവം, ആവർത്തിച്ചു വരുന്ന സംഭവം എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്ത് മാറാനായിട്ടുള്ള സാഹചര്യം നമ്മുടെ ഭരണകൂടം സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഇപ്പൊ ഇനിയും മഴ തുടരുകയാണെങ്കിൽ ഇനിയും ഒരു പക്ഷെ ഇടിയ എന്നുള്ളതല്ല, അവിടെ മണ്ണ്, അവിടെ ചെരുവിന്റെ നീളം വളരെ കൂടുതലുള്ള സ്ഥലം, അതായത് ചെരിഞ്ഞ കുന്നിന്റെ ഉയരവും കൂടുതലാണ്, ആ ചെരുവിന്റെ നീളവും കൂടുതലാണ്. മുകളിൽ നിന്ന് ചെറിയൊരു പൊട്ടലുണ്ടായാൽ മതി, അതിശക്തമായിട്ടുള്ള വെലോസിറ്റിയോടും അതുപോലെ തന്നെ മർദ്ദത്തോടും കൂടിയിട്ടാണ് താഴെ വന്ന് പതിക്കുക. അതുണ്ടാക്കുന്ന ആഘാതം നിസ്സാരമല്ല. നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള വോളിയവും അതിനകത്തുള്ള ഒരു പ്രഷർ. അതാണ് തീർച്ചയായും താങ്കളുടെ കൂടുതൽ
വിലയിരുത്തലുകൾ വേണം. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ നിതിൻ, അങ്ങനെ പ്രാർത്ഥനയോട് എല്ലാവരും ഇരിക്കുകയാണ്. നിങ്ങളെ ഈ സുഹൃത്തുക്കളൊക്കെ ആ നാട്ടിലുള്ളവരാണ്. ബന്ധുക്കളെയൊക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ അവിടെ നിന്ന് അറിയിക്കുന്നുണ്ടോ? സുഹൃത്തുക്കൾക്കൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? വേണ്ടപ്പെട്ട സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ടീമൊക്കെ നിയോഗിക്കപ്പെട്ട ആളുകൾക്കൊക്കെ വിവരങ്ങൾ കൈമാറുന്നുണ്ടോ ഓരോ നിമിഷവും? ഇല്ല, നമ്മൾ ഇതേമാതിരി ന്യൂസ് കാണുന്ന വിവരം തന്നെ കിട്ടുന്നുള്ളൂ. പിന്നെ അവൻ്റെ അളിയൻ അവിടെ ഉണ്ട്, അവരുടെ അപ്ഡേഷനും കിട്ടുന്നുണ്ട്. അല്ലാതെ വേറെ ഒന്നും കാര്യമായിട്ട് ഇല്ല. ശരി നിതിൻ, എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയോടെ ഇരിക്കാം. ഓരോ നിമിഷവും നമ്മൾ അറിഞ്ഞത് മുതൽ എല്ലാ വീടുകളിലും, കാരണം അർജുൻ എന്ന എല്ലാ വീടുകളിലെയും അവരുടെ സഹോദരങ്ങളെ പോലെ മകനെ പോലെ അങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് ഈ രക്ഷാദൗത്യത്തിനൊപ്പം മുന്നോട്ട് പോകാം. വൈകിട്ടോടുകൂടി നമുക്ക് ഇതിലേക്ക് എത്താൻ കഴിയും, അല്ലെങ്കിൽ അതിനധിക ദൂരം എടുക്കാതിരിക്കട്ടെ, കാലാവസ്ഥ അനുകൂലമായിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം.